ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി പച്ചക്കറികളൊക്കെ നിറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് ഡിന്നറിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുഞ്ഞു മക്കൾക്ക് വൈകിട്ട് സ്നാക്കായിട്ട് കൊടുക്കാനും ഇത് സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഒത്തിരി പച്ചക്കറികളൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെയും കൂടെ നമുക്ക് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല, മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് ഗ്രീൻ ഓണിയൻസ്, പിന്നെ ഒരു ചെറിയ തക്കാളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ക്യാരറ്റോ ക്യാബേജോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈവൻ ചിക്കൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിന് കൃത്യ അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിന് ഏറ്റക്കുറച്ചിലുകൾ വരുത്തുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഇല്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. രണ്ടിനും നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റാഗിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. റാഗി പൊടിയാണ് കേട്ടോ. ഇത് ഏത് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാണെങ്കിലും നല്ല രുചി തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടി ചേർക്കാം, നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോന്ന് ചേർക്കുമ്പോൾ ഓരോ ഫ്ലേവറേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു അപ്പം പോലെ കോരി ഒഴിക്കാൻ പറ്റണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഈ പൊടി ചിലപ്പം ഓരോ ബ്രാൻഡിനനുസരിച്ചും ചെറിയ വ്യത്യാസം കാണും. അന്നേരം ഭയങ്കര തിന്നായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി നേരം വെക്കുകയോ റെസ്റ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനോ അല്ലെങ്കിൽ ഒരു കടായിയോ എന്തെങ്കിലും ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണയെല്ലാം തടവിയിട്ട് അതിലേക്ക് ഓരോ തവി വീതം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 2 വശം വേവിച്ച് മൊരിച്ചെടുക്കുക. ഈ എണ്ണയോ നെയ്യോ നമുക്ക് തൂവാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ എണ്ണയാണ് തടവി കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ചിടാം. ഈ അളവിൽ എനിക്ക് 4 എണ്ണം ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. 4 അല്ല 5 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് റെഡിയായി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് അളവ് കൂട്ടുക. അപ്പം ഇപ്പോൾ 1/2 കപ്പ് മൈദയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ചേർക്കുക. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് മാറ്റിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതിന് നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ ടൊമാറ്റോ സോസോ വല്ലതും അല്ലെങ്കിൽ മയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. നമുക്ക് നാളെ വേറൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കേട്ടോ.